പ്രൊഫസർ റോണി കെ ബേബി കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ്. അദ്ദേഹം പൊളിറ്റിക്സ് അധ്യാപകൻ കൂടിയാണ്. രാഷ്ട്രീയം കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്നത് ഇത്ര വലിയ വാർത്തയാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ എല്ലാ രാജ്യത്തും നടക്കുന്നതാണ്. ഇത്ര വലിയ മതം പറയേണ്ട കാര്യമില്ല, ഹിന്ദുക്കളാണ് ആക്രമിക്കപ്പെടുന്നത് എന്നൊന്നും പറയേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് ശ്രീ ഒ അബ്ദുള്ള പറയുന്നത്. ഈ ബംഗ്ലാദേശിൽ നടക്കുന്നത് ഇത്ര വലിയ ന്യൂനപക്ഷ വേട്ടയാണ് എന്ന് അങ്ങ് സമ്മതിക്കുന്നുണ്ടോ പ്രൊഫസർ റോണി കെ ബേബി? ബംഗ്ലാദേശിൽ തീവ്ര മത നിലപാടുകൾ പുലർത്തുന്ന സംഘടനകൾ നിയന്ത്രിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇന്ന് അധികാരത്തിലുള്ളത് എന്നത് യാഥാർത്ഥ്യമാണ്. അവിടുത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് യൂനസ്, അദ്ദേഹം അവരുടെ കയ്യിലെ ഒരു പപ്പറ്റാണ്, ഒരു പാവയാണ്. അവർ കൃത്യമായി തന്നെ തുറന്നു പറഞ്ഞാൽ അവിടെ ജമാഅത്തെ ഇസ്ലാമി നിയന്ത്രിക്കുന്നത്. കാരണം അവിടെ നടന്ന വിദ്യാർത്ഥി കലാപം പോലും, ആ വിദ്യാർത്ഥി കലാപത്തിന് പിന്നിൽ പ്രവർത്തിച്ച വിദ്യാർത്ഥി സംഘടന എന്ന് പറയുന്നത് ഇസ്ലാമിക് ഛത്ര ശിബിർ, അവരെ എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റുഡൻസ് വിംഗ് ആണ്. അവരാണ് അവിടെ ആ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് വലിയ നേതൃത്വം നൽകിയത്. ഇനിയും അവിടെ നടന്ന പ്രക്ഷോഭങ്ങളുടെ ഒക്കെ പശ്ചാത്തലം എന്താ? ഇന്ത്യക്ക് അനുകൂലമായി ശക്തമായ നിലപാട് എടുത്തുകൊണ്ടിരുന്ന ഷെയ്ഖ് ഹസീന വാജിദിന്റെ ഭരണകൂടം അവരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുവാൻ വേണ്ടി പാകിസ്ഥാന്റെ ഒക്കെ പിന്തുണ കൂടി തരണേ. ഞാൻ യാഥാർത്ഥ്യത്തിലേക്ക് വരാം. 2009 മുതൽ കഴിഞ്ഞ 15 വർഷമായി 2024 വരെ അധികാരത്തിലിരുന്ന ഭരണകൂടമാണ് അവാമി ലീഗിന്റെ ഷെയ്ഖ് ഹസീനയുടെ ഭരണകൂടം. അവരുടെ ഒരു പൊതു സ്വഭാവം എന്താ? ബംഗ്ലാദേശിലെ ഒരു മതേതര കാഴ്ചപ്പാട് പുലർത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും ആ പ്രസ്ഥാനവുമാണ് അവാമി ലീഗ്. കാരണം 1971 മുതൽ ബംഗ്ലാദേശിന്റെ രൂപീകരണം മുതൽ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ആ കാലഘട്ടം മുതൽ മുക്തി വാഹിനിയുടെ കാലഘട്ടം മുതൽ ആ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി അവിടുത്തെ ഹിന്ദുക്കൾ ഉൾപ്പെടെ, ബുദ്ധിസ്റ്റുകൾ ഉൾപ്പെടെ, ക്രിസ്ത്യൻസ് ഉൾപ്പെടെ, അത് മാത്രമല്ല ചക്മ അഭയാർത്ഥികൾ ഉൾപ്പെടെ അവിടെയുള്ള മുഴുവൻ ന്യൂനപക്ഷങ്ങൾ, അവിടുത്തെ റിലീജിയസ് മൈനോറിറ്റീസ് മാത്രമല്ല എത്നിക് മൈനോറിറ്റീസ് ഉണ്ട്, അവർക്കെല്ലാം വേണ്ടി ഒരുപാട് എത്നിക് മൈനോറിറ്റീസ് ഉണ്ട്. ഖാസീസ് ഉണ്ട്, സന്താൽസ് ഉണ്ട്, ഗാർഗോ, ഒറേവാൻ, മുണ്ട തുടങ്ങിയ ഒരുപാട് എത്നിക് മൈനോറിറ്റീസ് ഉണ്ട്. അവരെ എല്ലാം പ്രൊട്ടക്ട് ചെയ്ത് കൂടെ നിർത്തിയിരുന്നത് ഈ പറയുന്ന അവാമി ലീഗ്. ഈ 2009 മുതൽ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരുപാട് നേതാക്കളെ തൂക്കിലേറ്റിയുണ്ട്. അത്രമാത്രം ബോൾഡായ തീരുമാനം എടുത്തൊരു ഭരണാധികാരിയായിരുന്നു ഷെയ്ഖ് ഹസീന വാജിദ്. പക്ഷെ അവരെ അവിടെ നിന്ന് അധികാരത്തിൽ നിന്ന് പുറത്താക്കി. അത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള, സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ജനമുന്നേറ്റമാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള അവരെ അധികാരത്തിൽ പുറത്താക്കണം. കാരണം ഇന്ത്യക്ക് ചുറ്റുമുള്ള ഇന്ത്യ പക്ഷപാതത്വം പുലർത്തുന്ന സർക്കാരുകളൊക്കെ ഗൂഢാലോചനകൾ പുറത്താക്കാനുള്ള ചരടുവലി പാകിസ്ഥാനും ചൈനയും ഒക്കെ ചേർന്ന് നടക്കുന്നുണ്ട്. ശ്രീലങ്ക, മാലിയൊക്കെ നമുക്ക് ഉദാഹരണമുണ്ട്. അതിന്റെ ഭാഗമായ ഗവൺമെന്റ് അവിടെ അട്ടിമറിക്കപ്പെട്ടു. അവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി നിയന്ത്രിക്കുന്ന ഒരു ഭരണകൂടം, അതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അവിടെ വളരെ ഓർഗനൈസ്ഡ്, നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. അവിടെ വലിയ കൃത്യമായി തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രമല്ല, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, മുസ്ലിം മതവിഭാഗത്തിലെ ന്യൂനപക്ഷമായ അഹമ്മദീയർ, നമ്മൾ ഈ പറയുന്ന റിപ്പോർട്ടുകൾ ശ്രദ്ധിക്കണം. 500ഓളം അക്രമങ്ങളാണ് അവിടുത്തെ പ്രബലമായിട്ടുള്ള മതന്യൂനപക്ഷത്തിനെതിരെ നടന്നെങ്കിൽ അഹമ്മദീയ വിഭാഗത്തിനെതിരെ 137 അക്രമങ്ങളും അവരുടെ 6ഓളം ദേവാലയങ്ങൾ, മോസ്കുകൾ തന്നെ കത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇത് എന്ന് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല അതിന് നേതൃത്വം നൽകുന്നത്. അവിടെ അവരുടെ ഈ പറയുന്ന അവാമി ലീഗിന്റെ എതിരാളിയായിട്ടുള്ള BNP, ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി, അവർ നമ്മളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാണ് ഈ ബംഗ്ലാദേശിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ന്യൂനപക്ഷ വിരുദ്ധ കലാപം നടന്നിരിക്കുന്നത്? 1992. അന്ന് അവിടെ ഭരിച്ചത് ജാതീയ പാർട്ടി, മുഹമ്മദ് ഇർഷാദ് എന്ന് പറയുന്ന പട്ടാള ഭരണാധികാരി. അപ്പോൾ എന്നൊക്കെ നമ്മൾ ഈ 71 മുതലുള്ള ബംഗ്ലാദേശിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ എന്നൊക്കെ അവാമി ലീഗ് എന്ന് പറയുന്ന സെക്കുലർ പ്രസ്ഥാനം അധികാരത്തിൽ നിന്ന് പുറത്തായിട്ടുണ്ടോ, എപ്പോഴൊക്കെ അവിടെ ഒരു മതാധിഷ്ഠിത ഭരണകൂടം അധികാരത്തിൽ വന്നിട്ടുണ്ടോ, അപ്പോഴെല്ലാം ക്രൂരമായ ന്യൂനപക്ഷ വേട്ട. 71 ഇന്ത്യ അവിടെ ഇടപെട്ടു. നമ്മൾ മനസ്സിലാക്കണം, ഇന്ത്യയിലേക്ക് 1 കോടി അഭയാർത്ഥികളാണ് വന്നത്. കൃത്യമായി പറഞ്ഞാൽ 98 ലക്ഷം, 9.8 മില്യൺ റിഫ്യൂജീസ് ആണ് വന്നത്. അതിൽ 92% ഹിന്ദുക്കളായിരുന്നെങ്കിൽ 8% എന്ന് പറയുന്നത് ഇതര ന്യൂനപക്ഷ, ഞാൻ പറയുന്നത് ഈ പറയുന്ന മുസ്ലിം സമുദായത്തിനിടയിൽ തന്നെ ഉള്ള റോഹിംഗ്യൻസ് ഉണ്ട്, അഹമ്മദീയരുണ്ട്, ചക്മാസ് ഉണ്ട്. ചക്മാസ് ബഹുഭൂരിഷം ബുദ്ധിസ്റ്റുകളാണെങ്കിലും അതിലും ഇസ്ലാം മതം വിശ്വാസം പുലർത്തുന്ന ആളുകളുണ്ട്. അവരൊക്കെയാണ് വലിയ രീതിയിൽ. അപ്പോൾ ഇത് എന്ന് പറയുന്നത് എനിക്ക് പറയാനുള്ളത്, എല്ലാ മതേതര ഭരണകൂടങ്ങൾക്കും ഒരു പാഠമാണ്. ഇതുപോലെയുള്ള എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ചിന്താഗതി പുലർത്തുന്ന ഭരണകൂടങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുമെന്നത് ബംഗ്ലാദേശിന് മാത്രം നൽകുന്ന പാഠമല്ല, അത് ലോകത്തിന് മുഴുവൻ നൽകുന്ന, ലോകത്ത് എവിടെയൊക്കെ മതേതര കാഴ്ചപ്പാടുകൾ ദുർബലമാകുന്നുണ്ടെങ്കിൽ, എവിടെയൊക്കെ മതാധിഷ്ഠിത മതഭ്രാന്ത് ശക്തിപ്പെടുന്നെങ്കിൽ ഇവിടെയൊക്കെ ഉണ്ടാകാൻ പോകുന്ന ദുരന്തമാണ് നമ്മുടെ മുമ്പിലുള്ളതാണ് എനിക്കിവിടെ പ്രാരംഭ ഘട്ടത്തിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഓക്കെ.